ജെ ധൈര്യത്തോടെ ഒരു അമ്പരചുംബി കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് സ്ട്രീം ആരംഭിച്ചു. അത് വൈറലാക്കാൻ 1000 അടി ഉയരമുള്ള ഒരു മിന്നൽ വടിയിൽ കയറാൻ പോകുകയാണെന്ന് അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു. പെട്ടെന്ന് മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. മിന്നൽ വടിയുടെ മുകളിൽ എത്തുന്ന ആദ്യ വ്യക്തി വിജയിയാകും എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോയിയെ വെല്ലുവിളിച്ചു. സമയം കളയാതെ അവർ മത്സരം ആരംഭിച്ചു. ഇരുവരും അമ്പരചുംബി കെട്ടിടത്തിലെ ഒരു പാലത്തിൽ നിന്ന് ചാടി മിന്നൽ വടിയിലേക്ക് പാഞ്ഞു. കയറ്റം അപകടകരവും സാഹസികത നിറഞ്ഞതുമായിരുന്നു. അവർ വെറും കൈകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിൽ ആരും ഭയപ്പെട്ടില്ല. മിന്നൽ വടിയുടെ ലോഹ കൊളുത്തുകളിൽ പിടിച്ചുകൊണ്ട് അവർ കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ തുടങ്ങി. ഒടുവിൽ അവർ ഏതാണ്ട് ഒരേ സമയം തന്നെ മുകളിലേക്ക് എത്തി. എന്നിരുന്നാലും ജയെ വെല്ലുവിളിച്ചയാൾ അയാൾക്ക് ഒരു നിമിഷം മുമ്പ് മുകളിൽ തൊട്ടു. അയാൾ അഭിമാനത്തോട് പറഞ്ഞു, "ഞാൻ ആദ്യം തൊട്ടതിനാൽ ഞാൻ വിജയിച്ചു." ജെ വിയോജിച്ചു. പഴയ നിയമം ഇനി പരിഗണിക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. മറ്റേയാൾ മറുപടി പറഞ്ഞു, "നീ സത്യസന്ധനല്ല." അവരുടെ വാദം തുടർന്നു, കൂടുതൽ ശക്തമായി. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഉച്ചത്തിലുള്ള ഇടിമുഴക്കമുണ്ടായി. സമീപത്ത് മിന്നൽ കിണർ മിന്നി. ജെ ഭയന്നു. മിന്നൽ അപകടകരമാണ്. തനിക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കി. പരിഭ്രാന്തിയോടെ ജെ മറ്റേയാളെ ഒരു സേഫ്റ്റി ക്ലിപ്പിൽ കൊളുത്തി താഴേക്ക് തള്ളിയിട്ടു. പിന്നീട് ജെ മിന്നൽ വടിയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്റെ ലൈവ് സ്ട്രീം തുടർന്നു. എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം മറ്റേയാൾ തിരികെ കയറി ജെയെ മുകളിൽ നിന്ന് തള്ളിയിട്ടു. ഉയരമുള്ള മിന്നൽ വടിയിൽ നിന്ന് ജെ വീണു. അയാളുടെ ലൈവ് സ്ട്രീം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ടു. അനുയായികൾ ഞെട്ടിപ്പോയി. എന്നാൽ നിലത്ത് വീഴുന്നതിന് തൊട്ടുമുമ്പ് ജെ തന്റെ പാരച്യൂട്ട് തുറക്കാൻ കഴിഞ്ഞു. മാരകമായ ഒരു അപകടം ഒഴിവാക്കി. വായുവിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അയാൾക്ക് ഒരു പുതിയ പ്രശ്നം നേരിടേണ്ടി വന്നു. പാരച്യൂട്ടിന്റെ ദിശ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാറ്റ് അയാളെ നേരെ അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. കെട്ടിടത്തിനുള്ളിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അപകടകാരികളായ കുറ്റവാളികൾ ഉണ്ടായിരുന്നു. മാഫിയ ഡോൺ ജയെ കണ്ടു. മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യാൻ മറ്റൊരു സംഘം അയച്ച ആളാണെന്ന് കരുതി. ഡോൺ ചോദിച്ചു, "സ്യൂട്ട്കേസ് എവിടെ?" ജെ ഭയന്ന് ആശയക്കുഴപ്പത്തിലായി മരവിച്ചു നിന്നു. പെട്ടെന്ന് മറ്റൊരു ഗുണ്ടാ മേധാവി ഒരു സ്യൂട്ട്കേസുമായി അകത്തുകടന്നു. ഡോൺ ജെ നോക്കി ചോദിച്ചു, "ആരാണ് ഈ വ്യക്തി?" യഥാർത്ഥ ബോസ് സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ജെ പെട്ടെന്ന് പറഞ്ഞു, "ഞാൻ രണ്ടാമത്തെ ടീമിൽ നിന്നുള്ളയാളാണ്." ഈ നുണ ആശയക്കുഴപ്പമുണ്ടാക്കി. ഡോണും പുതിയ ബോസും തർക്കിക്കാൻ തുടങ്ങി. ജെയുടെ പെട്ടെന്നുള്ള നുണ കാരണം ആ പോരാട്ടം രണ്ട് മയക്കുമരുന്ന് രാജാക്കന്മാർ തമ്മിലുള്ള ഗുരുതരമായ ഏറ്റുമുട്ടലായി മാറി. കൂടുതൽ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.